നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനത്തിലെ എയർ ഹോസ്റ്റസ് യാത്രക്കാരുടെ കൺമുന്നിൽ കുഴഞ്ഞു വീണ് മരിച്ചു. യാത്രയ്ക്കായി പറന്നുയരാൻ തയ്യാറെടുത്ത വിമാനത്തിലാണ് ഇത്തരത്തിൽ സംഭവമുണ്ടായത്. 52 വയസ്സുള്ള മരിച്ച ക്രൂ അംഗത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വിമാന കമ്പനി പുറത്തുവിട്ടിട്ടില്ല. ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിൽ നിന്ന് ഹോങ്കോങ്ങിലേക്ക് പറക്കാനൊരുങ്ങിയ ബ്രിട്ടീഷ് എയർവേസ് വിമാനത്തിലാണ് യാത്രക്കാരെ പരിഭ്രാന്തരാക്കിയ സംഭവം ഉണ്ടായത്. എല്ലാ തയ്യാറെടുപ്പുകൾക്കും ശേഷം വിമാനം ഹോങ്കോങ്ങിലേക്ക് പറക്കാനുള്ള ഒരുക്കത്തിനിടെ എയർ ഹോസ്റ്റസ് കുഴഞ്ഞു വീഴുകയായിരുന്നു. യാത്രക്കാരും മറ്റ് ജീവനക്കാരും നോക്കി നിൽക്കുകയായിരുന്നു. സംഭവം പുറപ്പെടാൻ തയ്യാറെടുത്തിരുന്നതിനാൽ വിമാനത്തിന്റെ വാതിൽ പൂട്ടിയിരുന്നു. എയർ ഹോസ്റ്റസിന് സഹായം നൽകണമെന്ന നിർദ്ദേശം പൈലറ്റ് അടിയന്തരമായി മെഡിക്കൽ വിഭാഗത്തെ അറിയിച്ചെങ്കിലും യാത്രക്കാർ നോക്കി നിൽക്കെ എയർ ഹോസ്റ്റസിന്റെ മരണം മിനിറ്റുകൾക്കകം സംഭവിച്ചു. ഇതോടെ മെഡിക്കൽ എമർജൻസി ചൂണ്ടിക്കാട്ടി വിമാനം റദ്ദാക്കുകയായിരുന്നു. മറ്റ് പൈലറ്റുമാരും ജീവനക്കാരും ചുമതലയേറ്റതോടെ അടുത്ത ദിവസമാണ് വിമാനം യാത്ര തുടർന്നത്. ക്യാബിൻ ക്രൂവിന് യാതൊരു തരത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ലെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ക്രൂ അംഗത്തിന്റെ വിയോഗം വിഷമകരമാണെന്നും അവരുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കൊപ്പവുമാണെന്നും അധികൃതർ പറഞ്ഞു. എയർ ഹോസ്റ്റസ് വിമാനത്തിൽ വെച്ച് തന്നെ മരിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ട്. സമീപ ദിവസങ്ങളിൽ ബ്രിട്ടീഷ് എയർവേസിലെ രണ്ടാമത്തെ ക്രൂ അംഗത്തിനാണ് ജീവൻ നഷ്ടമാകുന്നതെന്ന് ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. മറ്റൊരു ക്രൂ അംഗത്തെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇതോടെ നെവാർക്കിൽ നിന്ന് ലണ്ടനിലേക്ക് പറക്കേണ്ട വിമാനം റദ്ദാക്കിയിരുന്നു. ക്രൂ അംഗങ്ങളുടെ വിയോഗത്തിൽ യാത്രക്കാർക്ക് ആശങ്കയുണ്ടെന്നും ജീവൻ നഷ്ടമായ 2 ജീവനക്കാരും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്തവർ ആയിരുന്നുവെന്ന് ദി സൺ റിപ്പോർട്ട് ചെയ്തു. അതേസമയം വിമാനയാത്രയ്ക്കിടെ രക്തം ഛർദ്ദിച്ച് യാത്രക്കാരൻ മരണപ്പെട്ട വാർത്തയും പുറത്തു വന്നിരുന്നു. യാത്രക്കാരന്റെ ആരോഗ്യസ്ഥിതി അപകടകരമായ നിലയിലായതിനെ തുടർന്ന് വിമാനം തൊട്ടടുത്ത വിമാനത്താവളത്തിൽ എമർജൻസി ലാൻഡിംഗ് നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 62 വയസ്സുകാരനായ യാത്രക്കാരനാണ് രക്തം ഛർദ്ദിച്ചു മരിച്ചത്. മുംബൈയിൽ നിന്ന് റാഞ്ചിയിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തിൽ ആണ് ഈ സംഭവം ഉണ്ടായത്. വിമാനത്തിൽ വെച്ച് ഈ 62 വയസ്സുകാരൻ അമിതയളവിൽ രക്തം ഛർദ്ദിക്കുകയായിരുന്നു. ഇത് കണ്ട് മറ്റ് യാത്രക്കാരും ജീവനക്കാരും ഒക്കെ തന്നെ പരിഭ്രാന്തരായി. യാത്രക്കാരന്റെ ആരോഗ്യസ്ഥിതി അപകടകരമായ അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കിയതും പൈലറ്റ് ഉടനടി എമർജൻസി ലാൻഡിംഗിനുള്ള അനുമതി തേടുകയായിരുന്നു. നേരത്തെ വിവരം അറിയിച്ചതനുസരിച്ച് മെഡിക്കൽ സംഘം വിമാനത്താവളത്തിൽ സജ്ജമായിരുന്നു. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. യാത്രക്കാരന് ക്ഷയരോഗവും ഗുരുതരമായ വൃക്കരോഗവും ഉണ്ടായിരുന്നതായി ആശുപത്രി അധികൃതർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. പിന്നീട് തുടർ നടപടികൾക്കായി മൃതദേഹം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.